മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരിഗണിക്കുകയാണ്. മുൻകൂർ ജാമ്യം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടാകുമോ പാലക്കാട് എന്നുള്ളതാണ് ഇപ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരും അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി 15 ദിവസം പിന്നിടുന്നു എന്നുള്ളതാണ് സച്ചിനെതിരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒരു MLA ആണ്, അതിനോടൊപ്പം തന്നെ ഒരു യുവ പ്രതിനിധി കൂടിയാണ്, യുവ നേതാവ് കൂടിയാണ്. ആ ഒരു ഘട്ടമൊക്കെ പരിശോധിക്കുമ്പോൾ സച്ചിൻ, നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ട ഒരാളാണ്. ഒരുപാട് രാഷ്ട്രീയ ഭാവി കൂടി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ, അതും പ്രായഭേദമന്യേ നിരവധിയായിട്ടുള്ള ആളുകളാണ് രംഗത്ത് വരുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തായാലും അതൊക്കെ തന്നെ പാലക്കാടുള്ള ജനങ്ങൾ കാണുന്നുണ്ട്. സച്ചിൻ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ കണ്ടതാണ്, ആ കണ്ണാടിയിൽ പരാതി വരുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ സജീവ സാന്നിധ്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി. വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് താൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെയായിരുന്നു ഓരോ വീടുകളും കയറി ഇറങ്ങി കറ കളഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അതിനൊത്താശ ചെയ്യുകയായിരുന്നു മുതിർന്ന നേതാക്കളൊക്കെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാകുന്നു ആ പരാതി എന്നുള്ളതാണ്. പരാതി വന്നപ്പോൾ മുങ്ങിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അവിടെ പ്രതിസന്ധിയിലാകുന്നത് UDFന്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരാണല്ലേ. അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ് സച്ചിൻ? തീർച്ചയായും ഭദ്ര, അതായത് കഴിഞ്ഞ കഴിഞ്ഞ 27-ാം തീയതി, സെപ്റ്റംബർ 27-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും മുങ്ങുന്നത്. അന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നേരിട്ട് പരാതി നൽകുന്നത്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കണ്ണാടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ പാലക്കാട് നിന്നും മുങ്ങുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു ആസൂത്രിതമായ മുങ്ങൽ തന്നെയായിരുന്നു എന്ന് അന്വേഷണ സംഘവും കണ്ടെത്തിയിരുന്നു. കാരണം SIT സംഘം പാലക്കാട് എത്തി നേരിട്ട് അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയത് പാലക്കാട് നിന്നും മുങ്ങിയത് ഒരു യുവ നടിയുടെ ചുവന്ന പോളോ കാറിലാണെന്ന് കണ്ടെത്തി. തുടർന്ന് സഹപ്രവർത്തകരെ, രാഹുലിൻ്റെ സ്റ്റാഫുകളെയും അതേപോലെ തന്നെ ഫ്ലാറ്റിലെ ജീവനക്കാരെ അടക്കം SIT സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നടക്കം അവർക്ക് കൃത്യമായ രീതിയിൽ അതിവിദഗ്ധമായി തന്നെയാണ് രാഹുൽ പാലക്കാട് നിന്നും മുങ്ങിയത് എന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇന്നേക്ക് 18, അതായത് 2 ആഴ്ചക്ക് മുകളിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് പോലും അറിയില്ല. പാലക്കാട്ടെ MLA ആണ്, യുവ MLA ആണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായി മാറിയിരിക്കുകയാണ്.